ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയം സ്വന്തമാക്കാൻ ചെൽസിക്ക് കഴിഞ്ഞിരുന്നു. 1-നെതിരെ 4 ഗോളുകൾക്കാണ് അവർ ഇറ്റാലിയൻ കരുത്തരായ AC മിലാനെ പരാജയപ്പെടുത്തിയത്. ലിയാം ഡിലാപ്പ് ഇരട്ട ഗോളുകൾ നേടി. ജാവോ പെഡ്രോ ഈ ഒരു മത്സരത്തിൽ ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ചെൽസിയെ എതിരാളികൾ സൂക്ഷിക്കുന്നത് നന്നാവും. കാരണം അത്രയേറെ മികച്ച ഫോമിലാണ് ചെൽസി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ക്ലബ്ബ് വേൾഡ് കപ്പ് അവരാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതിനുശേഷം നടന്ന മത്സരങ്ങളിലും അവർ വിജയങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ചില കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് അവസാനമായി കളിച്ച 12 മത്സരങ്ങളിൽ 11 മത്സരങ്ങളിലും വിജയിക്കാൻ ചെൽസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻസോ മരസ്ക ആ ടീമിനെ ഇപ്പോൾ ഒരു കരുത്തുറ്റ ടീമാക്കി മാറ്റിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഈ കാലയളവിൽ തോൽപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. റയൽ ബെറ്റിസ്, ബെൻഫിക്ക, ബയർ ലെവർക്യൂസൻ എന്നിവരെ പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ PSG തോൽപ്പിച്ചുകൊണ്ടാണ് ആ ഒരു കിരീടം ചെൽസി സ്വന്തമാക്കിയത്. അതിനുശേഷം ഇപ്പോൾ AC മിലാനെയും അവർ പരാജയപ്പെടുത്തി. അങ്ങനെ വമ്പന്മാർക്ക് പോലും ചെൽസിയുടെ മുന്നിൽ അടിതെറ്റുന്നു. അത്രയേറെ മികച്ച ഫോമിലാണ് ചെൽസി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ അവരുടെ സൈനിങ്ങുകൾ എല്ലാം മികച്ച പ്രകടനം നടത്തുന്നു. ജാവോ പെഡ്രോയുടെ ഒരു മികവ് എടുത്തു പറയേണ്ടതാണ്. 5 മത്സരങ്ങൾ ചെൽസിക്ക് വേണ്ടി കളിച്ചു, 5 ഗോളുകൾ അദ്ദേഹം നേടി. അതുപോലെ തന്നെ ഡിലാപ്പ് മികച്ച പ്രകടനം നടത്തുന്നു. എസ്റ്റവായോ വില്യൻ അരങ്ങേറ്റ മത്സരത്തിൽ മികച്ച പ്രകടനം നടത്തി. അതുപോലെ തന്നെ മറ്റൊരു ബ്രസീലിയൻ താരമായ ആൻഡ്രേ സാന്റോസ് നല്ല രൂപത്തിൽ കളിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒട്ടുമിക്ക താരങ്ങളും മികച്ച ഫോമിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരസമ്പന്നമായ ഒരു ടീമിനെ തന്നെ പടുത്തുയർത്താൻ എൻസോ മരസ്കയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ UCL ഫേവറേറ്റുകളിലും അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫേവറേറ്റുകളിലും നമുക്ക് ചെൽസിയെ മുൻനിരയിൽ തന്നെ കാണാൻ കഴിഞ്ഞേക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.